ശരീരഭാരം കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതമായിട്ടുള്ള വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. വിശപ്പ് നിയന്ത്രിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് വിശദീകരിച്ചു തരാം. ഒന്നാമത്തത്, നിങ്ങൾ അമിതമായി വിശന്നിരിക്കുക, അതായത് നമ്മൾ വല്ലാണ്ട് വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. കാരണം അമിതമായി വിശന്നിരിക്കുമ്പോൾ രക്തത്തിൽ ഗ്രലിൻ എന്ന് പറയുന്ന എൻസൈം കൂടുകയും നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. രണ്ടാമത്തത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കള്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ വീട്ടുകാര്, അവരോട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം വിശന്ന് വരുന്ന സമയത്ത് തരരുത്. പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഹൈ കാലറി ഭക്ഷണം, ജ്യൂസ്, പായസം, ഐസ്ക്രീം അല്ലെങ്കിൽ വറുത്ത് മുരിച്ച സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ ഇടാ വേണോടാ അല്ലെങ്കിൽ നീ ഇത് കഴിച്ചോടി എന്നും പറഞ്ഞ് തരരുതെന്ന് പറയണം. കാരണം അത് നിങ്ങൾക്ക് വിശപ്പ് അറിയാതെ നിങ്ങൾക്ക് വല്ലാണ്ട് കഴിക്കാൻ കാരണമാകും. അമിതമായി വിശന്നിരിക്കുന്ന സമയത്ത് ജ്യൂസുകളോ മധുരമോ കഴിക്കരുത്, ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അമിതമായി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുമെങ്കിൽ ടെൻഷൻ കാരണം അമിതമായി കഴിക്കുന്നതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മേജർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് മുന്നേ ഒരു പ്രോട്ടീന്റെയും കൊഴുപ്പിന്റെയും ഒരു കോമ്പിനേഷൻ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. എന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കോമ്പിനേഷൻ ഫുഡ് കഴിക്കുമ്പോൾ അമിതമായിട്ടുള്ള വിശപ്പം കുറയുകയും പിന്നെ നിങ്ങൾ ഇപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നൊരു ഫീൽ കിട്ടുകയും ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കഴിക്കുന്നതിന് മുൻപ് ഒരു 15-20 മിനിറ്റ് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് മുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് മുട്ടയുടെ മഞ്ഞ പകുതിയും കൂടി ചേർത്ത് കഴിക്കുക, വിശപ്പ് മാറും. ഇനി ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ മീൻകറിയോ ഇറച്ചിക്കറിയോ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലിന്റെ കറിയും എടുക്കുക, ഒരു 2 കഷ്ണം മീനോ ഇറച്ചിയോ കഴിക്കുക, അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുക, വിശപ്പ് അധികം വരില്ല. ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോര് അല്ലെങ്കിൽ ചെറിയൊരു കപ്പ് തൈര് അല്ലെങ്കിൽ ചെറിയൊരു കപ്പ് യോഗേർട്ട് കഴിക്കാം, വിശപ്പ് മാറാൻ സഹായിക്കും. അല്ലെങ്കിൽ നട്ട്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിക്കാം, അതും വിശപ്പ് മാറാൻ സഹായിക്കും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.